മാമനെ കുറിച്ച് പറയുവാണെങ്കിൽ മാമൻ നല്ലൊരു പണിക്കാരനാ. ആർക്ക് എങ്ങനെ എപ്പോ പണി കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും മാമൻ എന്താ പണിയെന്നല്ലേ? എൻ്റെ മാമന് മേശിരി പണിയാ. മേശിരി പണിയെന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളൊക്കെ കെട്ടുന്ന പണി അറിയത്തില്ലയോ? അതൊക്കെ പക്ഷെ പണി അറിയാവുന്ന മേശിരിമാർക്കാ. ഇത് ഒള്ളി ബാത്റൂം. അങ്ങനെ ആ പന്ന കളവായി 16ാമത്തെ ബാത്റൂമാ ഞങ്ങളുടെ വീട്ടിൽ കെട്ടി വെച്ചേക്കുന്നത്. അതി ഒരു മനുഷ്യൻ പോകണമെങ്കിൽ ഹരിമുരളീരവൻ പാട്ട് ശ്രുതി തെറ്റാതെ പാടണം, ഇല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവൻ കയറിയിരിക്കും. എൻ്റെ മാമന് വല്യച്ഛനോടാട്ടോ പണിക്ക് പോന്നേ. ഒരു ദിവസം വല്യച്ഛൻ വന്നിട്ട് മാമനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ പണിക്കാൻ വരുന്നില്ലേ? എൻ്റെ പൊന്നു കൊച്ചാട്ടാ എനിക്ക് പനിയാന്ന്. വല്യച്ഛൻ തൊട്ടൊക്കെ നോക്കി, എടാ ചൂടൊന്നും ഇല്ലല്ലേ കൊച്ചാട്ടാ, ഉള്ളിലാ പനിയെന്ന്. എന്തുവോ ഈ മരങ്ങോടെ തലേന്ന് 2 ഉള്ളി അങ്ങോട്ട് തൊലിച്ച് കഷത്തി വെച്ചിട്ടാ കിടന്നുറങ്ങിയത് പിറ്റേന്ന് പണിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. വല്യച്ഛൻ ചോദിച്ച്, എടാ നീ വരത്തില്ലെങ്കിൽ നിനക്ക് നേരത്തെ പറയായിരുന്നു, മൈക്കാടിനാടില്ല, വടക്കേല രജനി മാത്രമേ ഉള്ളെന്ന്. സത്യം പറയാലോ എൻ്റെ പൊന്നി ചേച്ചി, രജനീന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല, മാമൻ നാണ്ടടെ കുളിച്ച് ടിപ് ടോപ്പായിട്ട് വല്യച്ഛൻ്റെ മുമ്പിൽ. എടാ നീ വരുന്നില്ല, പനിയാന്നല്ലേ പറഞ്ഞേ? എനിക്ക് പനിയാന്നൊക്കെ പറഞ്ഞാലേ രജനി തന്നെ മൈക്കാടി നിൽക്കേണ്ടി വരത്തില്ലയോന്ന്. പിന്നെ മാമനൊരു കാര്യമുണ്ട്, കൃത്യനിഷ്ഠ. രാവിലെ 8 മണിക്ക് പണി കയറി കഴിഞ്ഞാൽ 5 മണിന്നൊരു സമയമുണ്ടെങ്കിൽ തേപ്പ് പലക മാമൻ കഴുകി കവറി വെക്കും. അന്നത്തെ ദിവസം മണി 5 ആയി, 5:30 ആയി, 6 ആയി, മാമൻ തേപ്പ് പലക താഴെ വെച്ചില്ല. വല്യച്ഛൻ നേരെ എന്നിട്ട് വെച്ച്, എടേ മണി 6 ആയി, പണി നിർത്തുന്നില്ലേ? കൊച്ചാട്ടാ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണോന്ന്. സംഭവം വല്യച്ഛന് പിന്നെ മനസ്സിലായത് ഇത് ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയല്ല, താഴെ ഇന്ന് ചാന്ത് വരുന്ന രേണി ചേച്ചിയോടായിരുന്നു ഈ ആത്മാർത്ഥതയെന്ന്. ആത്മാർത്ഥത കൂടി ഒരു കുടുംബകലകം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് വല്യച്ഛൻ തന്നെ ഈ തേപ്പുല കഴുകി കവറി വെച്ചു. രേണി ചേച്ചി ശമ്പളം മേടിച്ച് പോകാനിറങ്ങി, മാമൻ നാണ്ടടെ പുറകെ പോന്നു. എടാ നീ ഇതെവിടെ പോന്ന്? എന്റെ കൊച്ചേട്ടാ, നമ്മുടെ പണി സൈറ്റിൽ പണിയെടുക്കുന്ന ഒരു പെൺകുട്ടി അർദ്ധരാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ പോകുന്നത് ശരിയാണോന്ന്? ഈ 6 മണി എന്നു മുതലാ അർദ്ധരാത്രി ആയെന്ന് വല്യച്ഛൻ ഇന്നുവരെ മനസ്സിലായിട്ടില്ല. അതും പറഞ്ഞിട്ട് എൻ്റെ മാമി കഴിഞ്ഞ ആഴ്ച എറണാകുളം പോയിട്ട് ഒരു 11 മണിയായപ്പോഴാ പൊലിക്കോട്ട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നേ. ചേട്ടാ ഞാൻ ലേറ്റായി പോയി, ഒന്ന് ഇറങ്ങി വരാവോന്ന് ചോദിച്ചപ്പം പുള്ളി എന്തോ പറഞ്ഞെന്നറിയാവോ? നിന്നെയൊക്കെ ഏത് മാക്കാൻ പിടിച്ചോണ്ട് വരാടി, ആ വയലെ നടന്നിങ്ങ് കയറി വരായി, ആ മനുഷ്യനെ രേണി ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയേക്കുന്നേന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത് മനസ്സിലായ വല്യച്ഛ എന്തോ ഇത് മാമനിട്ട് നല്ല പണി കൊടുത്ത് അങ്ങ് വീട്ടിലിരുത്തി. പക്ഷെ മാമൻ തോറ്റില്ല. ഞാൻ 2 ദിവസം മുന്നേ വീട്ടിൽ പോയായിരുന്നു. ഞാൻ ചോദിച്ചു, മാമ ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ലേ? പഴയതുപോലല്ല മക്കളെ, എല്ലാം ബംഗാളികളാണ്. മാമ പറയുവാ. എന്നിട്ട് മാമ എന്തോ ഇത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി. അവിടെ ചെന്ന് പണിയെടുത്തോണ്ടിരുന്ന മാമിക്കിട്ട് നല്ല പണി കൊടുത്ത് വീട്ടിലിരുത്തി. ഇപ്പം പോകുന്ന വഴി സാവത്രി, സരസ്വതി, സുമതി, സൗദാമിനി, ഭാഗ്യലക്ഷ്മി, രാജലക്ഷ്മി, സുബലക്ഷ്മി, കാത്യായനി, നന്ദിനി. അപ്പൊ നിങ്ങൾ വിചാരിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ റെക്കോർഡ് ഇട്ടേന്നല്ലയോ? ഒന്നുമല്ല, തോന്നിയില്ലല്ലയോ? എനിക്ക് അന്നേരം മനസ്സിലായിരുന്നു. അപ്പൊ സംഭവം അതല്ല, കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ കൈയടിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ മാമ ഇതെല്ലാം മാമന്റെ സൈറ്റിൽ പണിയെടുക്കുന്ന ചേച്ചിമാരാട്ടോ. ഇവരെ എല്ലാരെയും വിളിച്ച് എന്റെ കുഞ്ഞമ്മയുടെ കടയിൽ കയറി പക്കാവട, ലഡു, ജിലേബി, മുറുക്ക് എന്ന് വേണ്ട സകല ബേക്കറിയും മേടിച്ചുകൊണ്ട് പോയി. കുഞ്ഞമ്മ ചോദിച്ചു, ചേട്ടാ ഇതെല്ലാം കൂടെ എന്തിനെന്ന് ചോദിച്ചാൽ പറയുക, ചെല്ലക്കിളികളെയും കൊണ്ടൊക്കെ പോകുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് കുറിച്ചൊക്കെ അങ്ങ് ഇരിക്കാന്ന്. ഈ ചെല്ലക്കിളിയൊക്കെ കൊറിക്കാൻ മേടിച്ച കാശ് പാവം പിടിച്ച് എൻ്റെ അമ്മായി വല്ല അണ്ടിയാപ്പീസിലും പോയി തീർത്തോണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. ചുരുക്കത്തി 10-15 ഗോപികമാരടക്കി തൂമ്പം പിടിച്ചൊരു ശ്രീകൃഷ്ണൻ. അതായിട്ടോ എൻ്റെ മാമൻ. പിന്നെ ഒരു കാര്യം കൂടുണ്ട്. അടുത്ത തൊഴിലുറപ്പ് സൈറ്റിലെ മേറ്റ് എൻ്റെ മാമനാ. ഇങ്ങനെ പണി കൊടുക്കാൻ അറിയാവുന്നവരും പേടിക്കാൻ അറിയാവുന്നവരുമായിട്ട് കുറച്ച് പേരോടൊക്കെ എൻ്റെ കുടുംബത്തിലുണ്ട്. സാവകാശം ഓരോരുത്തരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരാം. നന്ദി, നമസ്കാരം.